നിർമ്മാണം ആരംഭിച്ച് 2.5 വർഷം പിന്നിടുമ്പോഴും എങ്ങുമെത്താതെ ചേരിയാർ പള്ളിക്കുന്ന് റോഡ് പൊടി തിന്നും ചെളിക്കുണ്ടിൽ വീടും ജീവിതം നരകതുല്യമെന്ന് പ്രദേശവാസികളുടെ ആരോപണം. ഒരു പതിറ്റാണ്ടുകാലമായി തകർന്നു കിടന്ന ചേരിയാർ പള്ളിക്കുന്ന് റോഡിന് 2.5 വർഷം മുൻപ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ അനുവദിച്ചപ്പോൾ ഏറെ ആഹ്ലാദിച്ച നാട്ടുകാർ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. 2.5 വർഷം മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച റോഡിന്റെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. ഉണ്ടായിരുന്ന റോഡ് പൂർണ്ണമായും കരാറുകാരൻ കുത്തിപ്പൊളിച്ചിട്ടതോടെ പള്ളിക്കുന്ന് ചേരിയാർ നിവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി. കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥ. പൊടി നിന്നും ചെളിക്കുണ്ടിൽ വീണും ദുരിത ജീവിതമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പോകുന്ന വാഹനങ്ങളൊക്കെ ഒരാൾ 2 ആൾ വീണു. വാഹനമൊക്കെ ഇവിടെ വെച്ചിട്ടാണ് അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കടയിലേക്ക് ഒരു സൈഡിൽ നിന്ന് വെള്ളം വന്നോളൂ. ഇപ്പൊ 3 സൈഡിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കട നിറയുകയാണ്. ഒരു മനുഷ്യർ കടയ്ക്കകത്ത് കയറി വരാത്ത രീതിയിലായി. വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരം പ്രധാനപ്പെട്ടവരെ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. 3.90 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 5 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. എസ്റ്റിമേറ്റിലില്ലാത്ത കലുങ്ക് നിർമ്മിക്കാനാവില്ലെന്നാരോപിച്ച് കരാറുകാരൻ ആദ്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ പള്ളിക്കുന്നിലെ ഉൾപ്പെടെയുള്ള വൈദ്യുതി പോസ്റ്റുകളും ശുദ്ധജല വിതരണ പൈപ്പുകളും മാറ്റിയില്ലെന്ന കാരണം പറഞ്ഞ് വീണ്ടും നിർമ്മാണം പ്രതിസന്ധിയിലാക്കി. വിവിധ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ മാസം ആദ്യം വീണ്ടും റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. പള്ളിക്കുന്ന് ടൗണിൽ ഉൾപ്പെടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നതിനായി മണ്ണെടുത്തു മാറ്റി. എന്നാൽ അതിനുശേഷം കരാറുകാരൻ വീണ്ടും പണി നിർത്തിവെച്ചു. വാഹനയാത്ര ദുഷ്കരമായതുകൂടാതെ പൊടിശല്യം മൂലം റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള വീടുകളിൽ താമസിക്കുന്നവരും വ്യാപാരികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. എൻ്റെ കടയിലേക്ക് കയറാൻ യാതൊരു നിവൃത്തിയില്ല. ഞാനിവിടെ 7 മണിക്ക് 7:30 ആകുമ്പോഴേക്കും വന്ന് കട തുറന്നിട്ട് 9:30 ആകുമ്പോഴേക്കും കട അടച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. സ്കൂൾ ബസ്സുകൾ ഇതിന് ഓടുന്നുണ്ട്. ഇത് കൂടാതെ കണ്ട് പണിക്കാരുടെ വണ്ടികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഒരു 10-40 വണ്ടികൾ ഇതിൽ ഓടുന്നുണ്ട്. ഇതെല്ലാം ഓടി ഈ റോഡ് വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെ ഇരിക്കാൻ നിവൃത്തിയില്ല. ഞാനിവിടെ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ആശുപത്രിയിലായിരുന്നു, സുഖമില്ലാതെയൊക്കെ. വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് കിടക്കുന്നത് 2 കട്ടമുറി കാര്യങ്ങളുള്ളതാണ്. അവരിപ്പോൾ എല്ലാവരും കച്ചവടം ഇല്ല, കാര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വാടക തരാൻ വരെ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ആരും കടയിലേക്ക് കയറുന്നില്ല. പൊടിയാണ്. പകുതി ദിവസം കട അടച്ചിടുന്നു. അങ്ങനെ കാര്യങ്ങൾ. അതിൻ്റെ താഴെ സ്ഥലമുണ്ട്. ഈ വെള്ളം മൊത്തം ഒഴുകി ആ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇതൊന്നൊരു പരിഹാരം ഉണ്ടാക്കി തന്നെ അറിയിക്കുന്നത്. വേനൽ മഴ എത്തിയതോടെ റോഡേതാ തോടേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെളി നിറഞ്ഞ റോഡിലൂടെ സ്കൂൾ ബസ്സുകൾ, ഓട്ടോ ടാക്സികളും സർവീസ് നിർത്തിയതോടെ പ്രദേശവാസികൾ കൂടുതൽ ദുരിതത്തിലായി. ചെളി നിറഞ്ഞ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. കരാർ കാലാവധി കഴിഞ്ഞും അനന്തമായി നീളുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്ന് ശാപമോക്ഷമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് പള്ളിക്കുന്നിലെ നാട്ടുകാർ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.